അയ്യോ തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പത്ത് ഈ സ്ലീവ്ലെസ് ഇട്ട് നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകണ്. പക്ഷെ നമുക്ക് ട്രഡീഷണൽ ആയാലേ പറ്റുള്ളൂ. സോ നമ്മൾ നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ കല്യാണം കൂടാൻ പോവാണ് ഗൈസ്, കല്യാണം കൂടാൻ. സോ ഇതാണ് നമ്മുടെ ഡ്രസ് കോലം, സ്വെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും വരുന്നു. നമ്മൾ ഇവിടെ ഇപ്പോൾ സമയം 3 മണിക്ക് നമ്മൾ ഇവിടുന്ന് വണ്ടി കയറിട്ടാണ് ഇനി അങ്ങോട്ട് പോകാനായിട്ട്. സോ നമുക്ക് വേഗം ഓടി പോവാം. ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ എന്തോ ചീര വെച്ചിട്ടുള്ള സംഭവമാണിത്. ചീര വെച്ചിട്ടുള്ളതാണ്. വെജാണ്, ചീര ഉണ്ടോ? അതുകൊള്ളാം. ഇതൊരു പുഡിംഗ് പോലെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. സ്പൈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് പോലെ ഒരു പുഡിംഗ് തോന്നണോ? ഇത് കൊള്ളാം. സോസും ഈ ചീരബോളും കൊള്ളാം. ഇതിനൊക്കെ എന്താ പേര്? ഇവിടെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജിലേബിയും വന്നു. നമ്മൾ ഈ സാധനം അധികം കഴിച്ചില്ല. ഒരു പുഡിംഗ് പോലെ സ്പൈസി പുഡിംഗ് ആണ്. ഇതിൽ കോഫി ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് ആണ് കേട്ടോ, നമുക്ക് മെയിൻ കോഴ്സ് വന്നിട്ടില്ല. നമ്മൾ സെൽഫായിട്ട് എടുക്കായിരുന്നു കേട്ടോ, നമ്മൾ പോയി എടുത്തു. ഇതെന്താണത്? കുൽച്ചൻ, പിന്നെ എന്തോ ഒരു ദാൽ കറി, പിന്നെ പനീർ മസാല, പിന്നെ ക്രീമി മഷ്റൂം, പിന്നെ ഇതെന്തായിരുന്നു വെച്ച് ഇതെന്ത് റൈസായിരുന്നു? ഇത് പുലാവ്. അപ്പം സോ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള മെയിൻ കോഴ്സ് ഇതാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ടു ഈറ്റ്. ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതെന്താ? കുൽച്ചൻ എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നി ഈ കുൽച്ചൻ. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കുൽച്ച, പനീർ കുൽച്ച. ഇതിനുള്ളിൽ സംതിങ് ഇതിനകത്ത് ഫില്ലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് പനീർ കുൽച്ച. ഇത് കറിയിൽ മുക്കിയാണോ കഴിക്കുന്നത് അതോ ചുമ്മാ തന്നെയാണോ? അതിനകത്ത് സാധനമുണ്ട്. പനീർ കഴിച്ചോ? പനീരിനകത്തൊരു ഫില്ലിങ് അത്രേ ഉള്ളൂ.